പറ്റുന്നുണ്ട്. ഓക്കെ. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വിറ്റർബിയൽ ട്രെല്ലിസ് ഡയഗ്രാം ആയിരുന്നു. അപ്പോൾ ട്രെല്ലിസ് ഡയഗ്രാമിന്റെ ഒരു കൺസെപ്റ്റ് വെച്ച് തന്നെയാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത് തന്നെയാണ്. അത് ഡീകോഡിംഗ് ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ലാസ്റ്റ് ക്ലാസ് വരെ പഠിച്ചത് എൻകോഡിംഗ് ടെക്നിക്കായിരുന്നു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡീകോഡിംഗ് ടെക്നിക്കാണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഡീകോഡിംഗ് ടെക്നിക്കാണ്. ഡീകോഡിംഗ് ടെക്നിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ട്രെല്ലിസ് ഡയഗ്രാം വരയ്ക്കുന്നത് എല്ലാവരും ഓർക്കുക. ആ സെയിം കൺസെപ്റ്റും സെയിം ഡ്രോയിങ് തന്നെയാണ് ഡീകോഡറിൽ. അപ്പോൾ ഞാൻ ട്രെല്ലിസ് പഠിപ്പിച്ച ലാസ്റ്റ് ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ലാസ്റ്റ് ക്ലാസ് ട്രെല്ലിസ്, ആ വീഡിയോ എന്തായാലും എല്ലാവരും വാച്ച് ചെയ്യുക. അപ്പൊ ആ വീഡിയോയിൽ നിന്ന് ട്രെല്ലിസ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കുമെന്ന് ആദ്യം അറിയണം. അതിൽ നിന്നാണ് ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വിറ്റർബി ഡീകോഡിംഗ് ആണ്. അടുത്തതെന്ന് പറയുന്നത് വിറ്റർബി ഡീകോഡിംഗ് അൽഗോരിതം ആണ്. വിറ്റർബി ഡീകോഡിംഗ് അൽഗോരിതം എന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്നത് സെയിം സാധനമാണ്. സെയിം സാധനം എന്ന് വെച്ചാൽ എന്താണ് സെയിം സാധനം? ട്രെല്ലിസ് തന്നെയാണ് വരയ്ക്കുന്നത്, പക്ഷേ ഡീകോഡ് ചെയ്യാൻ ഇതേ സാധനമാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളൂ. മറ്റേത് എൻകോഡ് ചെയ്യാൻ ഉപയോഗിച്ച അതേ സാധനം ഉപയോഗിച്ച് നമ്മൾ ഡീകോഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഡീകോഡ് ചെയ്യുമ്പോൾ അവിടെ ഈ സാധനത്തിൽ കുറച്ച് കാര്യങ്ങൾ അപ്ലൈ ചെയ്യും. അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ട്രെല്ലിസ് ഡയഗ്രാം വരയ്ക്കുന്നത് ക്വിക്കായിട്ടൊന്ന് പറയാണ്. നമ്മൾ ആദ്യം സ്റ്റേജസ് എടുക്കുക. നമ്മളെ സ്റ്റേറ്റ് ടേബിൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡയഗ്രാം, സ്റ്റേറ്റ് ഡയഗ്രാം അല്ലെങ്കിൽ സ്റ്റേറ്റ് ടേബിളിൽ നിന്ന് നമ്മൾ നോക്കുക. S0യിൽ നിന്ന് 0 വരികയാണെങ്കിൽ അടുത്ത സ്റ്റേറ്റ് S0യും 1 വരികയാണെങ്കിൽ അടുത്ത സ്റ്റേറ്റ് S1ഉം ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ 0 ആകുമ്പോൾ 0 1 വരുമ്പോൾ ഔട്ട്പുട്ട് 1 അപ്പൊ അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് കോഡ് ട്രീ വെച്ച് ഡിനോട്ട് ചെയ്യാം. കോഡ് ട്രീ പോലെ തന്നെ വേറൊരു മെത്തേഡാണ് ട്രെല്ലിസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതില് സോളിഡ് ലൈൻ എന്ന് വെച്ചാൽ 0. അപ്പൊ നമ്മൾ S0യിൽ നിന്ന് 0 ആകുമ്പോൾ ഇത് S0യുടെ പൊസിഷൻ ആണ്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഞാൻ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നതിന്റെ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ S0യുടെ പൊസിഷൻ ആണ്. വീണ്ടും റെപ്പറ്റീഷൻ ഉണ്ടാകുന്നില്ല. ലാസ്റ്റ് ക്ലാസ് എല്ലാം നോക്കുക. അപ്പൊ ഇത് S0യുടെ പൊസിഷൻ, ഇവിടെ നിന്ന് വരയ്ക്കുന്ന S1ന്റെ പൊസിഷൻ, ഇവിടെ നിന്ന് വരയ്ക്കുന്ന S2ന്റെ പൊസിഷൻ, ആ രീതിയിൽ പോകും. പിന്നെ ഓരോ സ്റ്റേജിന് വെർട്ടിക്കലായിട്ട് വരയ്ക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ S0യെ രണ്ട് രീതിയിൽ വരയ്ക്കാം. S0യുടെ സ്റ്റേറ്റിന് 0 ആകുമ്പോൾ ഇങ്ങോട്ട് ഒരു സോളിഡ് ലൈൻ കൊണ്ട് വരയ്ക്കും. എവിടെയാണ് പോകുന്നത്? 0 ആകുമ്പോൾ S0ലോട്ട് പോകും. അതുകൊണ്ട് ഈ സെയിം ഹൊറിസോണ്ടൽ പാത്ത് റീറ്റെയിൻ ചെയ്യും. എവിടെ നിൽക്കണം? ഫസ്റ്റ് സ്റ്റേജിന്റെ ഈ വെർട്ടിക്കൽ ലൈനിന്റെ അവിടെ വന്ന് നിൽക്കണം. ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത്? S0 ആകുമ്പോൾ ഔട്ട്പുട്ട് 0 നമ്മുടെ ടേബിൾ നോക്കുക. S0 വരുമ്പോൾ ഔട്ട്പുട്ട് S0 അല്ലെ? S0 വരുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് S0യും ഔട്ട്പുട്ട് 0 അത് നമ്മൾ വരച്ചു. അതേപോലെ S0യില് 1 വരുമ്പോൾ നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡോട്ടഡ് ലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡോട്ടഡ് ലൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? 1 എന്ന് കാണിക്കാൻ. എവിടെയാണ് S0? ആ സ്റ്റേറ്റ് ടേബിൾ നോക്കുമ്പോൾ അറിയാം. S0യിൽ 1 വരുമ്പോൾ S1ലോട്ട് പോകുന്നു. ഔട്ട്പുട്ട് 1 ആണ്. S0യില് 1 വരുമ്പോൾ ഡോട്ടഡ് ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയും, ഡോട്ടഡ് ലൈൻ ഈ ലൈനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡോട്ടഡ് ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയും, ഡോട്ടഡ് ലൈൻ ഇതാ കിടക്കുന്ന കേട്ടോ. അത് എവിടെയാ പോണത്? S1ന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ദിസ് ഹൊറിസോണ്ടൽ ലൈൻ. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ലൈനിലോട്ട് പോകും കണ്ടോ. ഇതിന് അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? 1 അത് റെപ്രസെന്റ് ചെയ്യും ഈ രീതിയിൽ. അപ്പോ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേജിലാകുമ്പോൾ എന്തൊക്കെ വന്നിട്ടുണ്ട്? S0യും വന്നിട്ടുണ്ട്, S1ഉം അവിടെ അല്ലെ രണ്ട് നോഡ് വന്നിട്ടുണ്ട്. കാരണം എന്താണ്? S0ലോട്ടും വന്നിട്ടുണ്ട്, S0യിൽ നിന്ന് S1ലോട്ടും വന്നിട്ടുണ്ട്. ഇനി S0യിൽ 0 വരുമ്പോൾ ഉള്ളത് രണ്ടെണ്ണം വരയ്ക്കുക, 0 വരുമ്പോൾ ഉള്ളതും വരയ്ക്കുക, S0യിൽ തന്നെ 1 വരുമ്പോൾ ഉള്ളതും വരയ്ക്കുക. സിമിലർലി വേറെ ഒന്നും കൂടെ ഈ രണ്ടാമത്തെ സ്റ്റേജിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റേജ് എങ്ങനെ അറിയാം? ഈ വെർട്ടിക്കൽ ലൈൻ നോക്കുക. ഈ വെർട്ടിക്കൽ ലൈനിലുള്ളതാണ് രണ്ടാമത്തെ. ഇവിടെ 1 എന്ന് പറയുന്നെങ്കിൽ 0 1. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? 0 1 ആകുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജില് വീണ്ടും ഇനി S1ല് 0 വരുമ്പോൾ എങ്ങോട്ട് പോകും?
0 വരുമ്പോൾ ഉള്ള സോളിഡ് ലൈൻ ആണ്. നിങ്ങൾ ആ സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവും S2 പോകുന്നത്. ഔട്ട്പുട്ട് 1 0 ആണ്. അതേപോലെ S1 0 വന്ന് S1 1 വന്നാൽ ഡോട്ടഡ് ലൈനും ആണ്. പോകുന്നത് എങ്ങോട്ടാണ്? S3 ഈ ഒരു പൊസിഷനിലോട്ടാണ് പോകുന്നത്. ഔട്ട്പുട്ട് എന്താണ്? 0 1 ആണ്. അത് നമ്മൾ ആ സ്റ്റേറ്റ് ഡയഗ്രാം നോക്കുമ്പോൾ അറിയാം. നോക്കിയേ, S1 കേസിൽ 0 വരുമ്പോൾ S2 S1 0 വരുമ്പോൾ S2 1 വരുമ്പോൾ S3 പോകും. ഔട്ട്പുട്ട് 1 0 0 1 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡ്രോ ചെയ്തത്. ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ വിറ്റർബി അൽഗോരിതം ആകുമ്പോൾ ഈ സെയിം സാധനം തന്നെയാണ് വരയ്ക്കുന്നത്. വിറ്റർബി ഡീകോഡിംഗിൽ സെയിം സ്റ്റെപ്പാണ് വരയ്ക്കുന്നത്. വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെയിം സാധനമാണ്. അപ്പൊ ഞാൻ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആദ്യം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യണം, ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന റിസീവ്ഡ്, ഇവിടെ ഡീകോഡിംഗ് ആണ്. അപ്പൊ റിസീവ്ഡ് കൊണ്ടാണ് കളിക്കുന്നത്. ഡീകോഡിംഗ് ആണ്. എൻകോഡ് ചെയ്ത് അയച്ച സാധനം ഇവിടെ വന്നു. അതിനെ ഡീകോഡ് ചെയ്ത് അയച്ച മെസ്സേജ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് വിറ്റർബി ഡീകോഡിംഗ്. സെയിം ലോജിക്കാണ് യൂസ് ചെയ്യുന്നത്. ഏതിന്റെയാണ്? ട്രെല്ലിസിന്റെ അതേ ലോജിക്കാണ്. ചേഞ്ച് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇവിടെ ഞാൻ S0 പകരം A കൊടുക്കുന്നു, S1 പകരം B കൊടുക്കുന്നു, S2 പകരം C കൊടുക്കുന്നു, S3 പകരം D കൊടുക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ സ്റ്റേജസ് ഏത് സ്റ്റേജ് ആണെന്ന് കൂടെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ S0 ഫസ്റ്റ് സ്റ്റേജ് എന്ന് അറിയിക്കാൻ S0 എന്ന് കാണിക്കാം, സെക്കൻഡ് സ്റ്റേജ് എന്ന് അറിയിക്കാൻ S1 എന്ന് കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഓൾറെഡി S1 എന്ന് വെച്ചാൽ അടുത്ത സിഗ്നലാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം. ഈ ഡയഗ്രത്തിൽ നോക്കി, S0, S1, S2, S3 എന്ന് പറഞ്ഞ 4 സിഗ്നൽ ഉണ്ട്. ഈ പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ അറിയിക്കണം S0 ആദ്യത്തെ സ്റ്റേജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഡിനോട്ട് ചെയ്യാം. S0 ആദ്യത്തെ സ്റ്റേജ് ആയ S01 എന്ന് കാണിക്കാം. അതേപോലെ ഇത് S1 ആദ്യത്തെ സ്റ്റേജ് ആയ S1 എന്നും കാണിക്കാം. ഞാൻ അതിന് പകരം ABCD എന്ന് പറഞ്ഞ് കാണിച്ചതേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ എല്ലാവർക്കും? S0 ഫസ്റ്റ് സ്റ്റേജ് ആയ ഈ വെർട്ടിക്കൽ ലൈനിന്റെ അവിടെ വെച്ച് S01 എന്ന് കാണിക്കാം. ഇനി അടുത്ത സ്റ്റേജ് അറിയാലോ, അടുത്ത സ്റ്റേജ് അടുത്ത ഹൊറിസോണ്ടൽ ലൈനാണ്. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? അടുത്ത വെർട്ടിക്കൽ ലൈനാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഈ രീതിയിലാണെങ്കിൽ S0 അല്ലെ, സ്റ്റേജസ് താഴെ ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ S0 ഫസ്റ്റ് സ്റ്റേജിന് S01 എന്നും S0 സെക്കൻഡ് സ്റ്റേജിന് S02 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയും ചെയ്യാം, തെറ്റൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഞാൻ എയും ബിയും സിയും ഡിയും എന്ന് പറഞ്ഞ് എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ആ രീതി ചെയ്യാം. അതേപോലെ അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഇത് S1 സെക്കൻഡ് സ്റ്റേജ് എന്ന് അറിയിക്കാൻ S12 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതേ സാധനം ഞാൻ എയും ബിയും സിയും ഡിയും എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരം S0 ഇത് ഫസ്റ്റ് 0th സ്റ്റേജിൽ S00 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അതിന് പകരം ഞാൻ A0 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തു. നമ്മൾ ആദ്യം ട്രെല്ലിസിൽ വരച്ചിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് തന്നെയാണ് ഈ വരച്ചിരിക്കുന്നത്. അതാ നോക്കിയേ, ഫസ്റ്റ് സ്റ്റേജില് S0 ഈ സാധനം ഉണ്ടല്ലോ, ശ്രദ്ധിച്ച് കേൾക്കുക. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കേസാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ അത് ആദ്യത്തെ ഈ സ്റ്റേജ് ഉണ്ടല്ലോ, അത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വരച്ചു എന്നേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് ഇതാണല്ലോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ആദ്യത്തെ അല്ലെ, S0 നിന്ന് പോയി 2 സ്ഥലത്തോട്ട് എത്തി. അതിനെയാണ് ഫസ്റ്റ് സ്റ്റേജ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് സ്റ്റേജിനെ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത്രയും സാധനത്തിന് ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പൊ എന്ത് കിട്ടും? S0 ആണ്. S0 വരാൻ നിങ്ങൾക്ക് ഒന്നുകിൽ S0 ഓഫ് 0th സ്റ്റേജ് എന്ന് കാണിക്കാം, S00 എന്ന് കാണിക്കാം. അതിന് പകരം ഞാൻ ഇവിടെ A എന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ എയിൽ നിന്ന് A ആണ് കാണിക്കുന്നെങ്കിൽ എന്ത് കിട്ടും? ഇത് A ആയിരുന്നു. അപ്പൊ Aയുടെ 0th സ്റ്റേജ് എന്ന് കാണിക്കാം. A0 നിന്ന് അല്ലെ, ഫസ്റ്റ് സ്റ്റേജിൽ A0 നിന്ന് ഫസ്റ്റ് സ്റ്റേജിൽ പോകുമ്പോ എന്തായി മാറും? സെയിം A തന്നെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ S0 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ എന്ത് കിട്ടും? A0 നിന്ന് A1 ആയി മാറി. അതേപോലെ ഏത് വരുമ്പോഴാണ്? 0 വരുമ്പോൾ. അതേപോലെ A0 നിന്ന് 1 വരുമ്പോൾ ഈ ഡാഷ് ആണ്. ഡാഷ് വന്ന് S1 വരും. S1 പകരം ഞാൻ ഏതാ റെപ്രസെന്റ് ചെയ്യുന്നത്? B ആണ്. അപ്പൊ B1 എത്തി. ക്ലിയർ ആയല്ലോ? അപ്പൊ A0 നിന്ന് 0 വരുമ്പോൾ A1 എത്തി.
ഔട്ട്പുട്ട് 0 0യും A0യിൽ നിന്ന് 1 വരുമ്പോൾ B1 എത്തി ഔട്ട്പുട്ട് 1 1 ആണ്. ഞാൻ പറഞ്ഞു എയും ബിയും കൊണ്ട് ഞാൻ റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. അപ്പൊ എ ആകുമ്പോൾ A0 A1, അതേപോലെ എയുടെ ഫസ്റ്റ് സ്റ്റേജ് A1, എയുടെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് A2, A3 A4 എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ S1 വരെ ഞാൻ ഏതാ റെപ്രസെന്റ് ചെയ്യുന്നത്? ബി. S1 പകരം ബി ആണെങ്കിൽ ബിയുടെ 0th സ്റ്റേജിനെ ഞാൻ B0 എന്നും ബിയുടെ ഫസ്റ്റ് സ്റ്റേജിനെ B1 എന്നും സെക്കൻഡ് സ്റ്റേജിനെ B2 എന്നും അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതിന് പകരം നിങ്ങൾ വേണമെങ്കിൽ S0യുടെ 0th സ്റ്റേജ്, അപ്പം വേണമെങ്കിൽ S0 0 എന്നൊക്കെ പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്ന തെറ്റില്ല, ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഞാൻ എളുപ്പത്തിന് ABCD എന്ന് പറഞ്ഞ് 4 സ്റ്റേജ് ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ ഈ ആദ്യത്തെ സ്റ്റേജ് കട്ട് ചെയ്ത് വെക്കുമ്പോൾ എന്ത് കിട്ടും? A0യിൽ നിന്ന് 0 വരുമ്പോൾ A1 A0യിൽ നിന്ന് 1 വരുമ്പോൾ B1 പോവുകയും ഔട്ട്പുട്ട് 0 വരുമ്പോൾ 0 0 കിട്ടുകയും 1 വരുമ്പോൾ 1 1. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മനസ്സിലാവാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങളെ. അപ്പൊ ആ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ച സാധനമാണ് ഇത്, ഞാൻ ഇപ്പം പറഞ്ഞ സാധനം അല്ലേ? ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോ ആദ്യത്തെ സ്റ്റേജ് എ. അപ്പൊ ആദ്യത്തെ S0ക്ക് വരെ ഞാൻ എ ആണ് കൊടുത്തത്. S0യുടെ ഫസ്റ്റ് സ്റ്റേജിനെ ഞാൻ A0 ആയിട്ട് കാണിച്ചു അല്ലെ? അപ്പൊ നമ്മൾ S0 0 എന്ന് പറഞ്ഞ് കാണിച്ചാലും തെറ്റില്ല. അപ്പൊ A0യിൽ 0 വരുമ്പോൾ ഏതിലോട്ട് പോകും? A1 പോകും. അതേപോലെ ഔട്ട്പുട്ട് 0 0 ആണ്. അതേപോലെ A0യിൽ നിന്ന് 1 വരുമ്പോൾ എങ്ങോട്ട് പോകും? B1 പോകും. ഔട്ട്പുട്ട് 1 1 ആണ്. ഈ ആദ്യത്തെ ഇത് ഞാൻ പറഞ്ഞു. ഇനി ആ എഴുതിയിരിക്കുന്ന ഓരോ അക്ഷരം എന്താണെന്ന് കാണിക്കാം. അപ്പൊ ഇവിടത്തെ കേസ് ഞാൻ പറഞ്ഞു. ഇവിടത്തെ ഈ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ കഴിഞ്ഞ് യഥാർത്ഥം നമ്മളിങ്ങനെ സെപ്പറേറ്റ് അല്ല ചെയ്യേണ്ടത്, ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റേജ് ആണ് ഞാൻ ഇപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചത്. ഓക്കെ, S0ക്ക് വരെ എ കൊടുക്കും. അപ്പൊ എയുടെ ഫസ്റ്റ് സ്റ്റേജ്, എയുടെ 0th സ്റ്റേജ് ആകുമ്പോൾ A0യും എയുടെ ഫസ്റ്റ് സ്റ്റേജ് A1 ആണ്. അതേപോലെ S1 പകരം ബി ആണ് കൊടുത്തത് അല്ലെ? അപ്പോ S1ന്റെ 0th സ്റ്റേജ് അല്ലേ, ഇത് ഏത് സ്റ്റേജ് ആണ്? ഒറ്റയ്ക്ക് വരച്ചു നോക്കിയാൽ അറിയാം അല്ലെ? A1 ആണ്. അപ്പൊ ഇതെന്താണ്? ഇത് B1. അപ്പോ ആ സാധനമാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അവിടെ വരുന്ന വാല്യൂസ് എന്തെന്നൊക്കെ ഉള്ളത് നോക്കാം. ആദ്യം വന്നിരിക്കുന്ന വാല്യൂ എന്താണ്? 1 1 ആണ്. ആദ്യം വന്നിരിക്കുന്ന വാല്യൂ എന്താണ്? 1 1 ആണ് അല്ലെ? ആദ്യത്തെ 1 1 ആണല്ലോ. 1 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ആദ്യം കിട്ടിയ ആ റിസീവ്ഡ് ബിറ്റ് എടുത്തു. 1 1 കിട്ടി. ഓക്കെ, y 1 1 ആണല്ലോ. ഇനി നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജില് നമുക്ക് ഈ കിട്ടിയ ഔട്ട്പുട്ടും ഈ തന്നിട്ടുള്ള ഔട്ട്പുട്ടും അല്ലെ, ഇതെന്ന് വെച്ചാൽ വന്ന സാധനമാണല്ലോ. വന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് കിട്ടിയ റിസീവ്ഡ് സിഗ്നലില് ആദ്യത്തെ ആ 1 1 എടുത്തു. ഈ 1 1 തന്നിരിക്കുന്ന ഔട്ട്പുട്ടും തമ്മിൽ എത്ര ബിറ്റ് പൊസിഷനിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ആലോചിക്കാം. 1 1 0 0 തമ്മിൽ എത്ര പൊസിഷനിൽ വ്യത്യാസമുണ്ട്? 1 1 0 1 ആയിട്ട് എത്ര പൊസിഷനിലാണ് വ്യത്യാസം ഉള്ളത്? എത്ര? 2 ഉണ്ട് അല്ലെ? 0 0 1 ആയി, 0 1 ആയി. സോ നമ്മളിവിടെ 2 എന്നുള്ളത് മാർക്ക് ചെയ്യും. എത്ര പൊസിഷനിൽ വ്യത്യാസമുണ്ട് അതിനെ ഞാൻ ഇവിടെ എന്റെ താഴെ ബ്രാക്കറ്റിൽ തിരിച്ചറിയാൻ വേണ്ടി താഴെ ബ്രാക്കറ്റില് ഞാൻ 2 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് വന്നത് ഏതാണ്? 1 1 ആണ്. ആ 1 1 നമ്മളെ തന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്താണ്? 1 1 ആണ്. 1 1 ആണ് കിട്ടിയ റിസീവ്ഡ് സിഗ്നൽ. നമ്മൾ നേരത്തെ എഴുതിയ ഔട്ട്പുട്ട് എന്താണ്? 1 1 ആണ്. ഔട്ട്പുട്ടും വന്ന 1 1 ഒന്നാണ്. അപ്പൊ എത്ര പൊസിഷനിൽ ഡിഫർ ചെയ്യും? രണ്ടും ഒന്നാണ്. അപ്പൊ there is no discrepancy അല്ലെ? ഡിസ്ക്രിപ്പൻസി ഇല്ല, അല്ലെങ്കിൽ ഡിഫറൻസ് ഒന്നും ഇല്ല. therefore അതിനെ നമ്മൾ എന്തായിട്ട് ഡിനോട്ട് ചെയ്യും? 0 ആയിട്ട് ഡിനോട്ട് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പോ ഇനി ഈ A1ന്റെ കൂടെ നമ്മൾ വട്ടത്തിൽ ഒരു സാധനം എഴുതും. അതെന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ എത്ര വെയിറ്റ് ആയെന്നുള്ളതാണ്. ഇവിടെ അത് മൊത്തത്തിലുള്ളത് അടുത്ത സ്റ്റേജ് ആകുമ്പോൾ ക്ലിയർ ആവും.
ഇവിടെ ഇപ്പൊ 2, ഇവിടെ 2 ഉണ്ട്. ഇതിന് മുമ്പത്തെ സ്റ്റേജിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കി. ഇതിന് മുമ്പ് സ്റ്റേജ് ഇല്ലല്ലോ. അപ്പൊ ആ 2 തന്നെ ഇവിടെ എഴുതി. ഇവിടെ 0 ആണ്, ആ 0 തന്നെ ഇവിടെ എഴുതി. അപ്പൊ നമ്മളെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജിലുള്ള പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എടുക്കണം. സെക്കൻഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഇവിടത്തെ ഈ സെക്കൻഡ് സ്റ്റേജ്, ഇവിടത്തെ സെക്കൻഡ് സ്റ്റേജ് ആണ് ഇനി അടുത്ത് ഞാൻ എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് സ്റ്റേജ്, ഇത് ഇത്രയും ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു, ഇത് ഇത്രയും സെക്കൻഡ് സ്റ്റേജ്. ഇനി ഈ സെക്കൻഡ് സ്റ്റേജ്, ഇപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റേജില് ഇത് ഈ സാധനം എടുത്തു. ഇനി അടുത്ത സ്റ്റേജ് എടുക്കാൻ വേണം അല്ലെ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ 0 to 1 ആയിട്ടുള്ള സ്റ്റേജ് എടുത്തു. അടുത്തതാ ഇത്രയും സാധനമാണ് എടുക്കാൻ പോകുന്നത്. ഇവിടെ തൊട്ട് ഇതുവരെ ഉള്ളത്, ഇനി ഇങ്ങോട്ടൊന്നുമില്ല. ഇത്രയും സാധനമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. 1 to 2. ഓക്കെ, 1 to 2 വരെ ഉള്ള സാധനമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. 1 to 2. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കാൻ കൺഫ്യൂഷൻ ആണ്, നിങ്ങൾ നോക്കുക. അപ്പൊ അതിൽ ഏതൊക്കെ വരും? ഇവിടെ ഞാൻ ഓൾറെഡി എഴുതി. S0 വരെ എന്താണ് എഴുതേണ്ടത്? A ആണ് അല്ലെ. S0 വരെ A ആണ്. ഇത് A1 ആണ്. അപ്പൊ A1 എന്തായാലും A1ഉം ഇത് ഏത് പൊസിഷൻ ആണ്? ഇത് A2 ആണ്. അതേപോലെ ഇതെന്താണ്? S1 വരെ B ആണ്. അപ്പൊ ഇതെന്താണ്? B1 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത എന്താണ്? നമ്മൾ അടുത്ത ഈ സ്റ്റേജ് ആണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഈ സ്റ്റേജ് ആകുമ്പോൾ ഇതും എഴുതും, പിന്നെ ഇതും കൺഫ്യൂഷൻ വരരുത്, ഇതും എഴുതും അല്ലെ. ആദ്യത്തെ 0th സ്റ്റേജിൽ ആകെ S0യുടെ 0 വരുന്നതും 1 വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഈ 1ൽ എന്തൊക്കെ വരും? 1ൽ 2 കേസ് വരും. നമ്മൾ ട്രെൻഡീസിൽ ഓൾറെഡി പറഞ്ഞതാണ്. ഏതൊക്കെ വരും? S0 അല്ലെങ്കിൽ ഇവിടെ എന്താണ്? A1ൽ നിന്ന് A2 വരെ വരുന്നതും A1 നിന്ന് B1 വരുന്നതും വരും. അതേപോലെ B1ൽ നിന്ന് C1 വരുന്നതും B1 നിന്ന് D1 വരുന്നതും വരും. കാരണം എന്താണ്? S1 വരെ ഞാൻ S0 വരെ Aയും S1 വരെ Bയും S2 വരെ 0, S2 വരെ Cയും S3 വരെ D ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ 2 സ്റ്റേജ് ഞാൻ എടുക്കുകയാണ്. അതാ നോക്കിയേ, ആ 2 സ്റ്റേജ് തന്നെയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവണ്ട. ആ 2 സ്റ്റേജ് എന്ന് വെച്ചാൽ A1 നിന്ന് A2ഉം A1 നിന്ന് B1ഉം ആവും. A1 നിന്ന് ഞാൻ നോക്കിയേ, അതല്ലേ ഈ വരച്ചിരിക്കുന്നത്. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ആയിട്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. A1 നിന്ന് A2ഉം അതേപോലെ എന്താണ് അല്ലെ, സോറി, A1 നിന്ന് A2ഉം A1 നിന്ന് സോളിഡ് ലൈൻ ആയപ്പോൾ A2ഉം ഡോട്ടഡ് ലൈൻ ആണ് കേട്ടോ. ഇത് ഡോട്ടഡ് ലൈൻ ആണ്. ഡോട്ടഡ് ലൈൻ ആകുമ്പോൾ B2ഉം കിട്ടും. അതേപോലെ അവിടെ ഇനി അടുത്ത ഏതാ വന്നിരിക്കുന്ന? അതേപോലെ ഈ ഫസ്റ്റ് സ്റ്റേജിൽ പിന്നെ ഏതാ വന്നിരിക്കുന്ന? ഇത് ഏതാണ്? ബിയുടെ ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ B1 നിന്ന് C2ഉം B1 നിന്ന് ഇത് C ആണ്. B1 നിന്ന് സിയുടെ ഫസ്റ്റ് അല്ല സെക്കൻഡ് സ്റ്റേജ് ആണ്. B1 നിന്ന് C2ഉം B1 നിന്ന് D2ഉം വരണം. അപ്പൊ അത് നോക്കിയേ, B1 നിന്ന് C2ഉം വരുന്നുണ്ട്, B1 നിന്ന് D2ഉം വരുന്നുണ്ട്. അപ്പൊ B1 നിന്ന് C2ഉം വന്നു, B1 നിന്ന് D2ഉം വന്നു. അപ്പൊ ആ സെക്കൻഡ് സ്റ്റേജിലുള്ളതെല്ലാം എഴുതി, അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എഴുതി, ഔട്ട്പുട്ടുകളെല്ലാം എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് രണ്ടാമത് ഏത് ബിറ്റാണ് കിട്ടിയത്? ആദ്യം വന്നത് 1 ആയത്. രണ്ടാമത് വന്ന ബിറ്റ് എന്താണ്? രണ്ടാമത് വന്ന ബിറ്റ് 0-1 ആണ്. രണ്ടാമത് വന്ന ബിറ്റ് ഏതാണ്? 0-1 ആണ്. 0-1 വരുമ്പോൾ ഈ പഴയ സാധനം തന്നെയാണ്. 0-1 വരുമ്പോൾ 0-0 ആയിട്ട് എത്ര ബിറ്റിന്റെ വ്യത്യാസമാണ്? 1. ഓക്കെ, അത് എഴുതി, ബ്രാക്കറ്റ് എഴുതി. അതേപോലെ 0-1ഉം 1-1ഉമായിട്ട് എത്ര ബിറ്റ് വേരിയേഷൻ ആണ്? 0-0ഉം 1-1 ആകുമ്പോൾ ആദ്യത്തെ ബിറ്റില്ല, അതായത് 1 ആണ് അവിടുത്തെ വേരിയേഷൻ. ശരി, അത് എഴുതി. അടുത്ത 0-1ഉം 1-0ഉം തമ്മിൽ എത്ര വ്യത്യാസമാണ്? 2 അല്ലെ. 0-1ഉമായി 1-0 അപ്പൊ 2ന്റെ വ്യത്യാസമുണ്ട്, അതും എഴുതി. ഇനി 0-1-0-1ഉമായിട്ട് എത്രയാണ്? 0 ബിറ്റിന്റെയാണ്. അപ്പൊ അത് അതേപോലെ എഴുതി. ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ കൂടെ ഒരെണ്ണം എഴുതുമെന്ന് പറഞ്ഞില്ലേ? A2 ആണെങ്കിൽ ആ സ്റ്റേജിന്റെ അവിടെ വട്ടമിട്ട് ഒരെണ്ണം എഴുതും. മറ്റേത് ബ്രാക്കറ്റിലാണ്. വട്ടമിട്ട് എഴുതുന്നത് വെച്ചാൽ മൊത്തം വെയിറ്റിന്റെ എണ്ണമാണ്. നേരത്തെ കേസ് നോക്കുക, ഇവിടെ 2 ആയിരുന്നു. ശ്രദ്ധിക്കണം, കോൺസെൻട്രേഷൻ വേണം. ഇവിടെ 2 ആയിരുന്നു. 2വിന് മുമ്പ് വേറെ സ്റ്റേജസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 2+0 ഇവിടെ വട്ടമിട്ട് A1ന്റെ കൂടെ എന്ത് എഴുതി? 2 തന്നെ എഴുതി. ഇവിടെ 0 ആണ്. ഇതിന് മുമ്പ് ഒരു സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ട് 0+0 എന്തെഴുതി? 0 തന്നെയാണ്. ആ 0 ഇവിടെ എഴുതി.
പക്ഷേ ഇവിടെ അപ്പൊ നോക്കിക്കോണം, ആ A1ന്റെ അവിടെ വട്ടമിട്ടിരിക്കുന്ന 2 ആണ്. അതുവരെയുള്ള സ്റ്റേജസിന്റെ വ്യത്യാസമാണ് എഴുതിയിരിക്കുന്നത് 2. ഇത് അതുവരെയുള്ള സ്റ്റേജസിന്റെ വ്യത്യാസം 0. ഇവിടെ ഈ 2ഉം ഈ 2ഉം ഇവിടെ രണ്ടും സെയിം ആയിട്ട് എഴുതാൻ കാരണം ഇതിനു മുമ്പ് ഒരു സ്റ്റേജും ഇല്ല. അപ്പൊ 2ഉം അതേ 2 തന്നെ ഇവിടെ എഴുതി, ഇവിടെ 0യും അതേ 0 തന്നെ എഴുതി. അപ്പൊ ആ A1ന്റെ അവിടെ 2 ഉണ്ട്, B1ന്റെ അവിടെ 0 ഉണ്ട്. അപ്പൊ ആ A1ന്റെ 2ഉം B1ന്റെ 0 എഴുതിയിരിക്കണം. മറ്റേ കണ്ടിന്യൂഷൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നത്. എക്സാം ഇങ്ങനെ സ്പ്ലിറ്റ് അല്ല, ഒരുമിച്ച് തന്നെയാണ് വരച്ചു പോയത്. ശരി, ഇപ്പൊ ഞാൻ ഇവിടത്തെ ഡിസ്ക്രിപ്പൻസി വരച്ചു, അല്ലെങ്കിൽ ഇവിടത്തെ ഇവിടത്തെ ചേഞ്ചസ് അല്ലെങ്കിൽ വേരിയേഷൻസ് ഞാൻ വരച്ചു. 0-1ഉം 0-0 ആകുമ്പോ എത്ര വ്യത്യാസം ഉണ്ട് അല്ലെ? ഡിഫറൻസ് ഏതൊക്കെയാന്ന് നോക്കിയാൽ 1ന്റെ 1 ബിറ്റിലാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോ ഇവിടെ അറ്റത്ത് എഴുതുമ്പോ എന്താണ്, ഇതുവരെയുള്ള വട്ടത്തിൽ എഴുതേണ്ട എന്താണ്, ഇതുവരെയുള്ള എല്ലാ വെയിറ്റും കൂടെ ചേർത്താണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ തുടക്കത്തിൽ എത്ര വെയിറ്റ് ഉണ്ട്? 2 ഉണ്ട്. ഈ സ്റ്റേജിൽ എത്ര വെയിറ്റ് ഉണ്ട്? 1 ഉണ്ട്. അപ്പൊ ഇതുവരെ എത്ര വെയിറ്റ് ഉണ്ട്? 3 ഉണ്ട്. അങ്ങനെയാണ് എഴുതുന്നത്. ക്ലിയർ ആയോ? ഒന്നും കൂടെ പറയാം. ഇവിടെ ഈ A1 വരുമ്പോൾ ഓൾറെഡി ഇത് ഫേസ് ചെയ്ത ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസി എന്ന് വെച്ചാൽ എന്താണ്? 2 ആണ് അല്ലെ? അപ്പൊ 2 ഡിഫറൻസ് ആണ് ഈ സ്റ്റേജിൽ എത്തുമ്പോഴുണ്ടായിരുന്നത്. ഈ സ്റ്റേജിൽ ഒരു ഡിഫറൻസ് കൂടെ വന്നു. കാരണം എന്താണ്? 0-1 0-0 ആയിട്ട് എത്ര ഡിഫറൻസ് ആണ്? 1. അപ്പോ ഇതിന് മുമ്പ് ഒരു ഡിഫറൻസ്, ഇവിടെ ഒരു ഡിഫറൻസ്. അപ്പൊ മൊത്തം ഇതുവരെ എത്ര ഡിഫറൻസ് ഉണ്ടായെന്ന് വെച്ചാൽ 2 + 1, 3 ഡിഫറൻസ് ആണ് ഇവിടെ ഉണ്ടായത്. അപ്പൊ ആ 3 ആണ് A2ന്റെ അവിടെ ഞാൻ വട്ടമിട്ട് എഴുതുന്നത്. ക്ലിയർ ആയോ? സിമിലർലി 0-1ഉം 1-1ഉം ആയിട്ടുള്ള ഡിഫറൻസ് 1 ആണ്. ആ നോഡ്, അതായത് ഇതും തുടങ്ങുന്ന ഈ നോഡിനാണല്ലോ, ഈ നോഡിൽ വരെ ഉള്ള ഡിഫറൻസ് എത്രയാ? 2 ആണ്. അപ്പൊ ഈ നോഡ് വരെയുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ഈ നോഡ് വരെയുള്ള ഡിഫറൻസ് 2 ആണെങ്കിൽ 2 പ്ലസ് ഇപ്പൊ ഉണ്ടായ ഡിഫറൻസ് എത്ര? 1. 2 + 1 എത്രയാ? 3. സോ ദാറ്റ് വിൽ ബി ദി ടോട്ടൽ ഡിഫറൻസ് ഓഫ് ദിസ് നോഡ് B2. അപ്പൊ A2ന്റെ ടോട്ടൽ ഡിഫറൻസ്, ടോട്ടൽ ആണ് ഈ വട്ടമിട്ട് എഴുതുന്നത് 3ഉം. ഇവിടെ വെച്ച് ഈ സ്റ്റേജിലുള്ള ഡിഫറൻസ് 1 ആണ്. ഇതിനു മുമ്പുള്ള പ്രീവിയസ് സ്റ്റേജസ് വരെ ഉള്ള ഡിഫറൻസ് 2. അപ്പൊ 2 + 1 3. ഇവിടെ ഇതിൽ 2 + 1 3. അടുത്ത നോക്കിയേ, B1ന് 0 ആയിരുന്നു. അപ്പൊ 0 + 2 എന്താണ്? 2ഉം. ഇവിടെ 0 + 0 0. സോ സെക്കൻഡ് സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് ആണ്. മൂന്നാമത്തെ സ്റ്റേജ് അത് ഒരുമിച്ച് കാണിച്ച്, സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചില്ല. അപ്പോ ഒരുമിച്ച് കാണിച്ചു എന്ന് വെച്ചാൽ ഒരു കാര്യം ഓർക്കുക, ഇതുവരെ ഉള്ള സ്റ്റേജ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സെപ്പറേറ്റ് ചെയ്താണെങ്കിൽ ഞാൻ ഇതുവരെയുള്ള സ്റ്റേജ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതിന് 3 ഇതുവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇനി അടുത്ത സ്റ്റേജ് ആണ് നോക്കേണ്ടത്. അടുത്ത സ്റ്റേജും നമ്മൾ എടുക്കേണ്ട എവിടെ നിന്നാണ്? നമ്മളാ ട്രെല്ലിസ് സാധനം തന്നെ ആലോചിക്കുക. മൂന്നാമത്തെ സ്റ്റേജ് ഇതാണ് സാധനം. മൂന്നാമത്തെ എടുക്കുമ്പോൾ A2ന്ന് A3 പോവും, B3 പോവും. അതേപോലെ അടുത്ത എന്താണ്? B2ൽ നിന്ന് C3നും പോവും, B2ൽ നിന്ന് D3 പോവും. അടുത്ത ഏതാണ്? ഇത് C2ൽ നിന്ന് ഏതിലോട്ട് പോകും? C2ൽ നിന്ന് A3 പോവും. അത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? C2ൽ നിന്ന്, ഇതാണ് C2. S2 എന്ന് വെച്ചാൽ C ആണ്, രണ്ടാമത്തെ സ്റ്റേജ് ആണ്. അപ്പൊ C2 ആണ്. C2ൽ നിന്ന് ഇതാ പോകുന്നു. 0 വന്നാൽ എങ്ങോട്ടാ പോകുന്ന? ഈ പോയിന്റ് ആണ്. ഈ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? എയുടെ മൂന്നാമത്തെ അല്ലെ? മൂന്നാമത്തെ വെർട്ടിക്കൽ ലൈനിന് കറസ്പോണ്ടിങ് അല്ലേ? അപ്പൊ A3 പോവും. അതേപോലെ എന്ത് പോവും? A3 പോവും, B3 പോവും. ഈ സാധനമാണ് അടുത്ത സ്റ്റേജ് വെച്ച് വരച്ചിരിക്കുന്നത്. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തു നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. ഈ വീഡിയോസ് 1-2 തവണ കേൾക്കുക, കാരണം അത്രയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എളുപ്പമാണ് കൺസെപ്റ്റ് കിട്ടിയ, പക്ഷെ അത് കിട്ടാൻ വേണ്ടി കുറച്ച് കോൺസെൻട്രേഷൻ വേണം. അപ്പൊ ഇതുവരെ കിട്ടി. ഇനി അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ A2ൽ നിന്ന് A3 പോവും. ഏതാണ്? 0 വന്നാൽ 1 വന്നാൽ B3 പോവും. അത് വരച്ചു. അപ്പൊ ഔട്ട്പുട്ടുകൾ മാർക്ക് ചെയ്യുന്നു. ഔട്ട്പുട്ടൊക്കെ മാർക്ക് ചെയ്യാണ്. അതേപോലെ B2ന്റെ കേസും 2 വരും. ഇങ്ങോട്ടും പോവും, ഇങ്ങോട്ടും പോവും. അടുത്ത ഇതിൽ നിന്ന് ഇങ്ങോട്ടും പോവും, ഇങ്ങോട്ടും പോവും. തീർന്നാ? ഇല്ല. ഇനി അടുത്ത D2. അത് നിങ്ങൾ നോക്കിയാൽ ആ മൂന്നാമത്തെ സ്റ്റേജില് 0 1 2 2ൽ നിന്ന് അല്ലെ? 0 1 2 ഇത് 0ൽ നിന്ന് നമ്മൾ വരച്ചു.
ഇത് 1 ആയിരുന്നു, ഇത് ആ 2 ആണ്. ആ 2-ൽ നിന്ന് നമ്മൾ എവിടെയൊക്കെ പോകണം നോക്കി അറിയാം. 2-ൽ D2-ൽ നിന്ന് ഇങ്ങോട്ട് പോകും, അതേപോലെ ഇങ്ങോട്ടും പോകും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട, ഇനി ലാസ്റ്റ് ബിറ്റ് വന്നു. മൂന്നാമത്തെ ബിറ്റ് ഏതാണ്? 1 ആണ് വന്നത്. അപ്പോ ഇനി വീണ്ടും ആ 1 നോക്കുക. 1 സെയിം മെത്തേഡ് ആണ്. 1 വന്നു. 1 0 0 ആയിട്ടുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. 1 0 0 ആയിട്ടുള്ള ഡിഫറൻസ് 2 ആണ്. അപ്പോ ഈ നോഡിൽ ഇതുവരെ ഈ നോഡിൽ എത്ര ഡിസ്ക്രിപ്പൻസി ഉണ്ടായിരുന്നു? 3 പ്ലസ് പ്രസന്റ് 2. അപ്പൊ ആ 5 ഞാൻ ഇവിടെ വട്ടത്തിൽ ഇട്ടു. അടുത്തത് ഈ 1 ആയിട്ടുള്ള പ്രസന്റ് സ്റ്റേറ്റിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 0 അല്ലെ? 1 ഇവിടെ ഔട്ട്പുട്ട് 1 എത്രയാ ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസി എത്രയാ? 0. അപ്പൊ എത്രയാ? 0. അപ്പൊ എത്രയാ? 1 0 ഡിഫറൻസ്. അപ്പൊ 3 പ്ലസ് 0 എത്രയാ? 3. അത് ഞാൻ ഈ നോഡിന്റെ ഇവിടത്തേക്ക് എഴുതി. ഓക്കെ, എഴുതുന്നത് വളരെ ശ്രദ്ധിച്ച് എഴുതണം, ഒത്തിരി വലുതായിട്ടൊക്കെ വരയ്ക്കണം, തിരിഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അതേപോലെ B2-ന്റെ എഴുതി. B2-ന്റെ 0 0 വെച്ച് എഴുതി. B2-ന്റെ ഏതാണ് ഔട്ട്പുട്ട്? 0 0 ആയിരുന്നു. 1 ആയിട്ടുള്ള 2 ഉണ്ടായിരുന്നു. 2 പ്ലസ് 3 ഇവിടെ ഈ നോഡിൽ നിന്നാണ് തുടങ്ങുന്നത്. നോഡ് കൂടുന്തോറും ശ്രദ്ധ വേണം. ഈ നോഡ് തുടങ്ങും 3. ഓക്കെ, സോറി അവിടെ നമ്മൾ തെറ്റി. B2-ൽ നിന്ന് 0 വന്നാൽ ഇവിടെയാണ് പോണത് അല്ലെ? C3-ലോട്ടാണ് പോകുന്നത്. ഇതാണ് ആ പോയിന്റ്. 0 വന്നാൽ അത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിലോട്ട് പോകും. 0 വന്നാൽ ഔട്ട്പുട്ട് 1 0 ആണ്. 1 0-യും 1 ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. ഈ നോഡിൽ തുടക്കം 3 ആയിരുന്നു. അപ്പൊ 3 പ്ലസ് 1 എത്രയാണ്? 4 ആണ്. ഇപ്പൊ എഴുതുന്നതെന്ന് തെറ്റിപ്പോയത്. നമ്മൾ കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ എഴുതി പോകണം. കാരണം പല ഔട്ട്പുട്ട് വരും. നമ്മൾ യഥാർത്ഥ ഈ വരച്ചയിൽ നിന്ന് പറയാനാണ് ബുദ്ധിമുട്ട്. നമ്മൾ സ്വന്തമായിട്ട് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ വരച്ച് അവസാനം C2-ന്റെ ഞാൻ വരയ്ക്കുന്നു. ഓക്കെ, C2-ന്റെ വരച്ചു. ഇതേപോലെ ഓരോന്ന്. അപ്പൊ C2-ൽ നിന്ന് വരച്ചാൽ C2-ൽ 0 വരുമ്പോൾ ഇങ്ങോട്ട് പോയാണ്. ഞാൻ ഇപ്പൊ ഈ വരയ്ക്കുന്നത് നോക്കുക. ഇവിടെ വന്നു, A3-ലോട്ട് വന്നു. ഔട്ട്പുട്ട് എന്തായിരുന്നു? ഔട്ട്പുട്ട് 1 ആയിരുന്നു. 1 ആണോ നോക്കാം. 1 ആണ്. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പോഴേ സ്റ്റേറ്റ് ഡയഗ്രാം എടുത്ത് നോക്കിക്കൊള്ളണം കേട്ടോ. അപ്പൊ 1 ആണ്. അപ്പോ 0 ആണ്. അപ്പൊ ഇവിടെ തുടക്കം 2 ആയിരുന്നു അല്ലെ? 2 ആണ്. ഇവിടത്തെ ഡിസ്ക്രിപ്പൻസി എത്രയാണ്? 0. അപ്പൊ 2 പ്ലസ് 0 = 2. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ A2-ൽ നിന്ന് A3-ലോട്ട് വന്നു അല്ലെ? A2-ൽ നിന്ന് A3-ലോട്ട് വന്നപ്പോഴുള്ള ഡിഫറൻസ്, ടോട്ടൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5-ഉം C2-ൽ നിന്നും ഞാൻ A3-ലോട്ട് എത്തി. ഈ സ്റ്റേജ് എത്തിയപ്പോൾ കാര്യമാണ്. ഈ ഒരു സ്റ്റേജിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു സ്റ്റേജിലെ ശ്രദ്ധിച്ച് കേൾക്കുക. A2-ൽ നിന്ന് A3-ൽ എത്തിയപ്പോ 5-ഉം, അതേപോലെ C2-ൽ നിന്നും A3-ൽ എത്തിയപ്പോ എത്രയാ? അത് 2-ആണ്. ഒരു സ്ഥലത്ത് 5-ഉം ഒരു സ്ഥലത്ത് 2-ആണ്. ഒരു സ്ഥലത്ത് 5-ഉം ഒരു സ്ഥലത്ത് 2. സെയിം നോഡാണ്, അത് ശ്രദ്ധിക്കണം. 2-ഉം A3-ലാണ് എത്തിച്ചേർന്നത്. ഞാൻ A2-ൽ നിന്ന് A3-ലോട്ട് എത്തിയത് A2-ൽ നിന്ന് A3-ലോട്ട് എത്തിയപ്പോ 5 ആയിരുന്നു ഡിഫറൻസ്. അതേപോലെ C2-ൽ നിന്നും ഞാൻ എത്തിയത് ഏതിലോട്ടാണ്? A3-ലോട്ട് തന്നെയായിരുന്നു. അവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. അപ്പൊ ഒരേ നോഡില് 2 വെയിറ്റേജ് ആണ് വന്നത്. A3-ൽ എത്താൻ അപ്പോ A2 വഴി A3-ൽ എത്താൻ 5-ഉം ഡിഫറൻസ് 5-ഉം, C2 വഴി A3-ൽ എത്തുന്ന എല്ലാം മൂന്നാമത്തെ സ്റ്റേജിലാണ് A3-ൽ എത്തിയത് അല്ലെ? C2-ൽ നിന്ന് മൂന്നാമത്തെ സ്റ്റേജിൽ A3-ൽ എത്തുകയും A2-ൽ നിന്നും മൂന്നാമത്തെ സ്റ്റേജിലാണ് A3-ൽ എത്തുകയും. അപ്പൊ 1 5-ഉം 1 2-ഉം ആണ്. അപ്പൊ സെയിം നോഡില് 2 പാത്ത്. ഏതൊക്കെയാ പാത്ത്? ഒന്ന് A2 വഴി A3-ലോട്ട് എത്താം. രണ്ടാമത് C2 വഴിയും A3-ലോട്ട് എത്താം. 2 പാത്തും ഒരേ നോഡ്. ഇപ്പൊ എന്ത് ചെയ്യും? ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ള നോഡ് നമ്മൾ വേണ്ടെന്ന് വെക്കുക. കാരണം നമുക്ക് ഡിഫറൻസ് ഏറ്റവും കുറവുള്ളത് മതി അല്ലെ? ഡിഫറൻസ് കൂടുതലെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എറർ കൂടുതലെന്നാണ് അല്ലെ? ഡിഫറൻസ് കൂടുതലെന്ന് വെച്ചാൽ എറർ കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് അല്ലെ? നമ്മൾ കിട്ടിയതും വരുന്നതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലിപ്പോ 5 വരുന്ന പാത്തും ഉണ്ട്, 2 വരുന്ന പാത്തും ഉണ്ട്. അതില് 5 വരുന്ന പാത്ത് നമുക്ക് വേണ്ട. അതാണ് ഇവിടെ ഇൻഡു കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ആ പാത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യരുത്. ആ പാത്ത് നമ്മൾ ഇനി കൺസിഡർ ചെയ്യരുത്. അപ്പൊ ആ പാത്ത് നമ്മൾ ഒഴിവാക്കി. ക്ലിയർ ആയല്ലോ?
അതേപോലെ സിമിലർലി ഇതായി ഈ B3യിലും 2 പാത്ത് വരുന്നുണ്ട്. B3യിൽ വരുന്ന 2 പാത്ത് എന്ന് വെച്ചാൽ ഒന്ന് A2ൽ നിന്ന് വരുന്ന പാത്ത് 3 എടുക്കുകയും, അത് നിങ്ങൾ വരയ്ക്കാൻ പറയാം, A2ൽ നിന്ന് B3യിലോട്ട് വരുന്നത് 3 എടുക്കുകയും C2ൽ നിന്ന് B3യിലോട്ട് വരുന്നത് 4 എടുക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? 4 എടുക്കുന്ന പാത്ത് അവിടെ ഒഴിവാക്കി. അപ്പൊ ആ പാത്ത് ഇവിടെ ഒഴിവാക്കി. ഒരു നോഡിൽ ഒരൊറ്റ പാത്ത് മതി നമുക്ക്. ഒരു നോഡിൽ ഒന്നിൽ കൂടുതൽ പാത്ത് വന്നാൽ ആ വരുന്ന പാത്ത് നമ്മൾ ഒഴിവാക്കുക. ഇതിനു മുമ്പ് എന്തുകൊണ്ട് അങ്ങനെ ഒഴിവാക്കിയില്ലെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഒരു നോഡിൽ 2 പാത്ത് വന്നിട്ടില്ല. അതായത് ഇതിനൊന്നും 2 പാത്തില്ല, ഒരെണ്ണത്തിൽ ഒരു പാത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഒരു നോഡിൽ 2 പാത്ത് വന്നത്. അപ്പൊ ഒരു നോഡിൽ എപ്പോൾ 2 പാത്ത് വരുന്നോ അപ്പോൾ ആ കൂടിയ ഡിഫറൻസ് ഉള്ള പാത്ത് നമ്മൾ ഇൻഡു ഇട്ട് വേണ്ട എന്ന് തീരുമാനിക്കുക. ക്ലിയർ ആയല്ലോ? സിമിലർലി C3യിലും 2 പാത്ത് വരും. C3യിൽ D2ൽ നിന്ന് വരുമ്പോൾ 1ഉം അതേപോലെ B2ൽ നിന്ന് വരുമ്പോൾ 4ഉം വരും. അപ്പൊ ആ പാത്ത് നമ്മൾ വേണ്ടെന്ന് വെച്ചു, ഇൻഡു ഇട്ടിരിക്കുന്നത് കണ്ടോ? അപ്പൊ അത്രയും പാത്തുകൾ ഒഴിവാക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി 3 മെസ്സേജ് വന്ന്, ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം വെച്ചാണ് പറഞ്ഞത്, 3 എണ്ണം വന്നു. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യം, സെയിം ട്രെല്ലിസ് കീ കോഡിംഗ് വെച്ച് ചെയ്യുക. ഒരേ നോഡില് 2 പാത്ത് വന്നാൽ വെയിറ്റ് അല്ലെ ഡിഫറൻസ് കൂടുതൽ ഏതാണ്, ആ ഡിഫറൻസ് കൂടുതലുള്ള പാത്ത് ഒഴിവാക്കുക. ഇൻഡു ഇടുന്ന വെച്ചാൽ ആ പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഈ പിന്നെ ഫൈനൽ ഇതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും അവസാനിക്കേണ്ടത് ഈ തുടങ്ങിയ A0ൽ തന്നെയാണ്. നമ്മൾ തുടങ്ങിയ സ്റ്റേജ് A0ൽ തന്നെയാണ്. A0ൽ തന്നെ അവസാനിക്കുന്ന പാത്താണ് കൺസിഡർ ചെയ്യേണ്ടത്. A0ൽ തുടങ്ങി, അതായത് എയിൽ തുടങ്ങി അല്ലെങ്കിൽ S0ൽ തുടങ്ങി അതേ ഹൊറിസോണ്ടൽ അല്ലെ, അതേ സ്ഥലം, അതായത് ഇവിടെ തന്നെ അവസാനിക്കുന്ന പാത്താണ് കൺസിഡർ ചെയ്യുക. അപ്പൊ 2 കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, ഒരു നോഡിൽ തന്നെ കൂടുതൽ പാത്ത് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്ക്രിപ്പൻസി ഉള്ള പാത്ത് നമ്മൾ ഒഴിവാക്കുക. 2, നമ്മൾ തുടങ്ങിയ സ്ഥാനത്തിൽ തന്നെ അവസാനിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ആ പാത്താണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് പാത്ത് ഉണ്ടെങ്കിലും നമ്മളപ്പോ കൺസിഡർ ചെയ്യേണ്ട ഏത് പാത്തെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും പാത്തുണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്ന ഒരു പാത്ത് നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ നമുക്കിപ്പോ നോക്കാം നമുക്ക് കിട്ടിയ പാത്ത് ഏതാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു ഡീകോഡിങ് വന്നതാണ് കേട്ടോ. ഡീകോഡിങ് വന്നതാണ്. ഇവിടെ നിന്ന് തുടങ്ങി താഴോട്ടൊന്നും പോണ്ട, കാരണം നമ്മൾ പാത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വന്നു എന്ന് വെച്ചാൽ നമ്മളിതാ ഈ പാത്ത്, ഇപ്പൊ ഇവിടെ എത്തിയ പാത്ത് ഇതാണ്. അപ്പൊ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എങ്ങോട്ട് പോകാം? ബാക്കിലോട്ട് പോകുന്നതായി ഇങ്ങനെ വന്നു അല്ലെ, ഈ ഒരു പോയിന്റിൽ വന്നു. ഈ ഒരു പോയിന്റ് നമുക്ക് വന്നത് ഏതാണ്? ഈ വഴിയാണ് ആ പാത്ത് കയറി വന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ ഈ ജോയിൻ ചെയ്ത പാത്ത് വെച്ച് നിർത്തി, ഇത് വെച്ചിട്ടാണ് ഡീകോഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് സീക്വൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഞാൻ ഔട്ട്പുട്ട് പറയാം. തീർന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ കിട്ടിയത് നമുക്ക് നോക്കാം. ഇവിടത്തെ ഈ വന്ന 110111 വെച്ചപ്പോ നമുക്ക് കിട്ടിയ പാത്ത് ഇതാണ് അല്ലെ. ഈ അവസാനത്തേന് വന്ന് ചേർന്ന പാത്ത് ഇത് ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്തു. A3യിൽ എത്താൻ ഒറ്റ പാത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത്. 2 പാത്ത് ഉണ്ടായിരുന്നു, അതിൽ കൂടിയത് ഒഴിവാക്കി. അപ്പൊ ഇനി A3യിൽ നിന്ന് പോകാൻ ഒറ്റ പാത്തല്ലേ ഉള്ളൂ. അപ്പൊ A3യിൽ നിന്ന് പോണ പാത്ത് ഇതാണ്. നമുക്ക് ആ വര നോക്കി അറിയാം. ഇവിടെ നിന്ന് വന്ന് ഇവിടെ വരെ എത്തി. ഇനി ഇവിടെ നിന്ന് പോയാൽ ഏതാ വഴിയുള്ളത്? ഒരൊറ്റ വഴിയേ ഉള്ളൂ. കാരണം 2 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കും. അതുകൊണ്ട് ഒരു കൺഫ്യൂഷനും ഇല്ല. ഇവിടെ നിന്നാണ് വന്നത്. ഇവിടെ നിന്ന് വന്നാൽ ഇതിനും ഒരെണ്ണമല്ലേ വന്നിട്ടുള്ളൂ. ആ പാത്ത് എടുക്കുക, ഒരു കൺഫ്യൂഷനും ഇല്ല. കാരണം ഒന്നിൽ കൂടുതലുള്ള പാത്ത് നമ്മൾ ഓൾറെഡി ഒഴിവാക്കി. അപ്പൊ ഇനി അതിലെ ഔട്ട്പുട്ട് സീക്വൻസ് എന്ത് കിട്ടും നോക്കാം. 11 അല്ലെ, നമ്മൾ ഈ പോണതിന് 11 10 11 ആയിരുന്നു ഔട്ട്പുട്ട് സീക്വൻസ്. നമുക്ക് ഇവിടെ ഡീകോഡ് ചെയ്ത് ഇൻപുട്ട് ആണ് കിട്ടേണ്ടത്. 1110 ഇത് ഔട്ട്പുട്ട് സീക്വൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഈ വന്ന സാധനമല്ല, ഞാൻ ഇത് വെച്ചിട്ടുള്ള ഔട്ട്പുട്ട് സീക്വൻസ് ഇതിനെടുത്താണ്. 111011 ഇതായിരുന്നു ആ പാത്ത് എന്ന് പറയുന്നത്. ഇനി ആ പാത്ത് വെച്ച് നമുക്ക് ആ മെസ്സേജ് എന്തെന്ന് നോക്കാം. 111011 ആണ്. ഇത് കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്തിലുള്ള ഡോട്ടും ഡാഷും നോക്കാം. ഡോട്ടും സോളിഡ് ലൈനും വെച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയേ, ആദ്യം എന്താണ്? ഡോട്ടഡ് ലൈൻ ആണ്. ഡോട്ടഡ് ലൈൻ റെപ്രസെന്റ് 1. അടുത്ത അത് പോകുന്നത് സോളിഡ് ലൈൻ ആണ്. സോളിഡ് ലൈൻ റെപ്രസെന്റ് 0. അടുത്ത വീണ്ടും ഇങ്ങോട്ട് പോയിരിക്കുന്നത് എന്താണ്? സോളിഡ് ലൈൻ ആണ്. ഇറ്റ് ആൾസോ റെപ്രസെന്റ് 0. അപ്പൊ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്ത മെസ്സേജ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അയച്ച, നമ്മൾ ഡീകോഡാണ് ചെയ്യേണ്ടത്. ഈ 110111 വന്നപ്പോൾ ഒറിജിനൽ മെസ്സേജ് കണ്ടുപിടിക്കുകയായിരുന്നു. നമ്മളെ ഉദ്ദേശം കഴിഞ്ഞു. 100 ആയിരുന്നു നമ്മളെ ഇൻഫർമേഷൻ. സോ വി ഹാവ് ഡീകോഡഡ്.
110111 എന്നുള്ള മെസ്സേജ് വന്നപ്പോൾ നമ്മൾ അതിനെ ഡീകോഡ് ചെയ്ത് നമ്മൾ ഒറിജിനൽ മെസ്സേജ് ഏതാണെന്ന് കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് 100. ഇറ്റ് ഈസ് 100. ക്ലിയർ ആയല്ലോ? ഇതാണ് വിക്ടർബി അൽഗോരിതം വെച്ചിട്ടുള്ള ഡീകോഡിംഗ് എന്ന് പറയുന്നത്.